നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 810 810. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമ. ഇവിടെ ഭഗവാന്റെ ഉപാസനാകാന്ഡം എന്നുള്ള ഭാഗത്ത് 66-ാം സർഗം പരമാർത്ഥ നിരൂപണം ഭാഗം 2. അതിൽ 23-ാമത്തെ ശ്ലോകമാണ് പറഞ്ഞു നിർത്തിയത് കഴിഞ്ഞ എപ്പിസോഡിൽ. മിന്നിപ്പതേതോ ജാഗ്രത്തു മുമ്പാം മൂന്നിനു മോളിലായി തുര്യം സമാധി സംവേദ്യമതേ പരമസത്യമാം. അതായത് ഈ തമോ ഗുണം രജോ ഗുണം സാത്വിക ഗുണം എന്നുള്ളതിൻ്റെ ഒക്കെ മേലെ തുര്യം പറഞ്ഞിട്ട് മൂന്നിനു മോളിലായി ഉപരി ആയിട്ട് തുര്യം സമാധി സംവേദ്യമതേ പരമസത്യമാം. ഇനി നമുക്ക് 24-ാമത്തെ ശ്ലോകം നമുക്ക് ഇന്ന് പറയണം. ഏതൊന്നുണ്ട് അവതിൻ മുമ്പിലില്ലേതൊന്നില്ല നശിക്കലും. അതായത് ഏതൊന്നുണ്ട് അവതിൻ മുമ്പിൽ ഏതൊന്നില്ല നശിക്കലും, അതിപ്പോഴും അതേപോലെ ആണ് ഉണ്ടെന്ന തോതൽ വെറും ഭ്രമം. ഭ്രമം എന്താന്നാ പറഞ്ഞത്? അതിപ്പോഴും അതേപോൽ ആണ് ഉണ്ടെന്ന തോന്നൽ പറയുന്നത് വെറും ഭ്രമം. ഏതൊന്നുണ്ടാവും അതിന് മുമ്പിലില്ലേതൊന്നില്ല. അതായത് ഈ എവർ എക്സിസ്റ്റിംഗ് ആത്മാവിൻ്റെ മുമ്പോ ശേഷമോ വേറൊന്നുമില്ല. ഈ ആത്മാവ് മാത്രമേ ഉള്ളൂ. അതാണ് പറയുന്നത് വെറും ഭ്രമം. നാമരൂപങ്ങൾ ഏതൊന്ന് അതിന് ഉണ്ടായത് ഈ വിധം. ഈ ബ്രഹ്മത്തിന് വളരെയധികം നാമരൂപങ്ങൾ, ശിവനായിട്ടും കൃഷ്ണനായിട്ടും അല്ലേ. അപ്പോൾ നാമരൂപങ്ങൾ ഏതൊന്ന് അതിന് ഉണ്ടായത് ഈ വിധം അതൊന്നേ സത്യമായെന്നും. ആ ഈശ്വരൻ എന്ന് പറയുന്ന ബ്രഹ്മം, ആനന്ദം, അതൊക്കെ ഇതിൻ്റെ പര്യായങ്ങളാണ്. ഈ ആത്മാവിൻ്റെ പര്യായങ്ങളാണ് ഈശ്വരൻ, ഭഗവാൻ, ബ്രഹ്മം, രാമൻ, കൃഷ്ണൻ, ശ്രീരാമൻ എന്നൊക്കെ പറഞ്ഞത്. അതൊന്നേ സത്യമായെന്നും വിളങ്ങുവത് ഇത് എൻ മതം. ഭഗവാൻ പറയണു, ഉദ്ധവ, ഇതാണ് എൻ്റെ താല്പര്യം അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായം. ഇന്ദ്രിയം വിഷയം ജീവൻ മുമ്പാം നാനാപ്രപഞ്ചവും സ്വരൂപജ്ഞാനമില്ലാതോൻ കാണുകയാം ബ്രഹ്മവസ്തുവിൽ. ബ്രഹ്മത്തിനെ ബ്രഹ്മമായി കണക്കാക്കാതെ കണ്ട് ഇന്ദ്രിയമെന്നും വിഷയമെന്നും ജീവനും എന്നും പറഞ്ഞ് ജന്മം പാഴാക്കുകയാണ് നമ്മൾ. ഈ 84 ലക്ഷം സ്പെസീസ് ഓഫ് ക്രിയേച്ചേഴ്സിൽ എത്രയോ ശ്രേഷ്ഠമായതാണ് മനുഷ്യജന്മം. അത് കിട്ടിയിട്ട് വെറും ഇന്ദ്രിയ സുഖത്തിൻ്റെ പിന്നാലെ പോവുകയാണെന്ന് പറഞ്ഞാൽ അത് മൃഗതൃഷ്ണ എന്നാണ് പറയാം. മൃഗങ്ങൾക്ക് അല്ലേ, വിശന്നാൽ വേട്ടയാടണം, കഴിക്കണം, ഉറങ്ങണം, വഴിയിൽ കാണുന്നവരെ ഭോഗിക്കണം. അങ്ങനെയാണ്, അവിടെയാണ് പ്രശ്നം. അതുകൊണ്ട് ഇന്ദ്രിയം വിഷയം ജീവൻ മുമ്പാം നാനാ പ്രപഞ്ചവും സ്വരൂപജ്ഞാനം ഇല്ലാത്ത വ്യക്തികളെ കാണുകയാം ബ്രഹ്മവസ്തുവിൽ. സ്വയം പ്രകാശക ജ്യോതിസ്സറിയും വിജ്ഞൻ ആവിധം. സ്വയം പ്രകാശജ്യോതി ആരാ? ആത്മാവ്. ബാലാഗ്ര ശതഭാഗസ്യ വിസ്തരസ്യ ഏകോ ജീവ പ്രമാണായി. അപ്പോൾ സ്വയം പ്രകാശജ്യോതിസ്സറിയും വിജ്ഞനാവിധം കാൺമീല നാമരൂപങ്ങൾ വെറും കൽപ്പിതമാകയാൽ
നാമവും രൂപവും വെറും കൽപ്പിതമാകയാൽ സങ്കല്പം അത്രയേ ഉള്ളൂ. വിചാരിക്കണം നമ്മൾ n=0 എന്ന് പറയണ മാതിരി. ബ്രഹ്മപ്രകൃതിയൊന്നല്ലാതില്ല ഈ വിശ്വം മുഴുക്കയും. ബ്രഹ്മപ്രകൃതി, ബ്രഹ്മവും പ്രകൃതി എന്ന് വേണമെങ്കിൽ പറയാം. ബ്രഹ്മത്തിൻ്റെ നിഴലാണ് പ്രകൃതി, അല്ലെങ്കിൽ ഈ പ്രകൃതിയുടെ നിയന്താവും നിയാമകനും ആരാ? ബ്രഹ്മാണ്. ഈ ലോകം ബ്രഹ്മാണ്. അപ്പോൾ എന്നല്ലാതല്ലേ ഈ വിശ്വം മുഴുക്കയും ഈ ഉറപ്പാം ശരിക്കുള്ള വിജ്ഞാനം വിശ്വപാവനം. ഈ ഉറപ്പ്, ഈ ബ്രഹ്മവും പ്രകൃതിയും കൂടി അഭേദ്യമായ ബന്ധമുണ്ടോ? ഇല്ല. ഇല്ലേ? ഉണ്ട്. അങ്ങനെ ഈ ഉറപ്പാം ശരിക്കുള്ള വിജ്ഞാനം വിശ്വപാവനം. ഇറതോർക്കിൽ മർത്യജന്മം കൊണ്ടല്ലാതാവില്ല നേടുവാൻ. ഈ ബ്രഹ്മാനുഭൂതി കൈവരിക്കാൻ മനുഷ്യന് മാത്രമേ സാധിക്കുള്ളൂ എന്ന് തുറന്ന് സമ്മതിച്ചു. ഇറതോർക്കിൽ മർത്യജന്മം കൊണ്ടല്ലാതാവില്ല നേടുവാൻ. വിവേകപൂർവം ഈ മട്ടാം വിചാരത്താൽ വിചക്ഷണൻ വരാൻ പോകുന്ന കാര്യങ്ങളെ ശ്രദ്ധിച്ച് അറിയുന്നവൻ, കാണാൻ കഴിയുന്നവൻ. ഉണർന്നൊരൊറ്റ നിമിഷം പോലും പാഴാക്കിടാതിനി. ഉറക്കം കണ്ടു വിട്ടാൽ ഒരു നിമിഷം പാഴാക്കാൻ പാടില്ല, വ്യർത്ഥമാക്കരുത് എന്നാ. ഉണർന്ന ഒരൊറ്റ നിമിഷം പോലും പാഴാക്കിടാതിനി എന്ത് ചെയ്യണം? സത്സംഗാദികളാൽ കത്തിജ്വലിക്കും ഭക്തി വായ്പിനാൽ. സത്സംഗാദികൾ, എനിക്കിപ്പോൾ ഈശ്വരാനുഗ്രഹം കൊണ്ട് ഈ 2 എപ്പിസോഡ് പറയുമ്പോൾ കിട്ടുന്ന ഒരു ഊർജം, അത് സംതിങ് എക്സ്ട്രാ ഓർഡിനറിയാണ്. സത്സംഗാദികളാൽ കത്തിജ്വലിക്കും ഭക്തി വായ്പിനാൽ. ദേഹാഭിമാനവും 4-5 ഇന്ദ്രിയാനുഭവങ്ങളും ദേഹാഭിമാനവും 4-5 ഇന്ദ്രിയാനുഭവങ്ങളും ഉടൻ കൈവിട്ട് സമ്പൂർണ്ണ ബ്രഹ്മാനന്ദാനുഭൂതിയിൽ. ദേഹാഭിമാനവും ഇന്ദ്രിയ ജഡിലമായ കാര്യങ്ങളും തിരസ്കരിക്കുക. എന്നിട്ടോ ഉടൻ കൈവിട്ട് സമ്പൂർണ്ണ ബ്രഹ്മാനന്ദാനുഭൂതിയിൽ നിന്നാണ്. അപ്പോൾ ഈ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ജയിച്ചു കഴിഞ്ഞാലത്തെ അവസ്ഥ എന്താ? ബ്രഹ്മാനന്ദഭൂതിയിൽ മഹാസമ്പന്നനായി തന്നെ. ഏറ്റവും വലിയ സമ്പത്ത് ധനല്ല, വിദ്യയാണ്. അപ്പോൾ മഹാസമ്പന്നനായി തന്നെ വിലസിയിടുക മന്നിതിൽ. ആത്മാവല്ലോ അപ്പോൾ ആത്മാവല്ലോർക്കിൽ ഈ ദേഹം ആത്മവല്ലിന്ദ്രിയങ്ങളും ഈ ദേഹം ആത്മാവല്ല. ഈ ദേഹം ആത്മാവല്ല, ഇന്ദ്രിയങ്ങളും അല്ല. അധിഷ്ഠാതാക്കളാം ദേവന്മാരും പ്രാണനും അഗ്നിയും അഹങ്കാരം ബുദ്ധി മനസ്സ് ആകാശാദികൾ മാത്രയും. ഈ പഞ്ചഭൂതങ്ങളും മനസ്സും ബുദ്ധി കണ്ടല്ലോ, ജഡങ്ങളാം. പ്രകൃതിയും പരതന്ത്രം അനാത്മകം. പരതന്ത്രം, സ്വാതന്ത്ര്യമില്ല. കാറ്റിന് വീശണം എന്നുണ്ടെങ്കിൽ ഈശ്വരൻ്റെ ആജ്ഞ വേണം. ജലം, അതും ഈശ്വരൻ്റെ ആജ്ഞ. അഗ്നി, ഭൂമി ഒക്കെ ഈശ്വരൻ്റെ ആജ്ഞ. മനസ്സ് ഒക്കെ. അധിഷ്ഠാതാക്കളാം ദേവന്മാരും പ്രാണനും അഗ്നിയും അഹങ്കാരം ബുദ്ധി മനസ്സ് ആകാശാദികൾ മാത്രയും. ഇതിൻ്റെ എല്ലാം എന്താണെന്ന് പറയുക, അതായത് ആകാശത്തിനൊരു ഗുണം അല്ലേ, പിന്നെ കാറ്റിന് 2 ഗുണം, അഗ്നിക്ക് 3 ഗുണം, വെള്ളത്തിന് 4 ഗുണം, ഭൂമിക്ക് 5 ഗുണം. അതിനെ മാത്രകളെന്ന് പറയണത്. അപ്പോൾ പറഞ്ഞു മാത്രയും ജഡങ്ങളാണ്. പ്രകൃതിയും പരതന്ത്ര അനാത്മകം. ഈ വണ്ണം ആത്മാനന്ദത്തിൽ മുഴുകിയിടന ധന്യനിൽ ഇന്ദ്രിയങ്ങൾ അടങ്ങിയിടുകിലും ഇല്ലെങ്കിലും ശരി ഗുണമോ ദോഷമോ രണ്ടും വരാനില്ല ഏതു മട്ടിലും.
പരിപൂർണനായിട്ട് ഈശ്വരൻ്റെ പാദപത്മത്തിൽ അടിയറ പറഞ്ഞവന് ഒന്നിനും പേടിക്കണ്ട. അവന് ഇന്ദ്രിയ ജയം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പ്രശ്നമല്ല. ഹീ സേവ്ഡ്. അതാണ്. സൂര്യന് മേഘം വന്നാലും പോയാലും ഒരുപോലവേ. സൂര്യകിരണങ്ങൾ ഭൂമിയിൽ പതിക്കുന്നുണ്ടോ ഇല്ലയോ, മേഘങ്ങൾ മറയ്ക്കുന്നുണ്ടോ ഇല്ലയോ, അതൊരു വിഷയമല്ല. സൂര്യൻ തപിച്ചുകൊണ്ടിരിക്കും. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ദ്രിയങ്ങൾ അവരുടെ ചേഷ്ടകൾ കാണിച്ചോട്ടെ. അതിൽ കർത്തൃത്വവും ഭോക്തൃത്വവും സ്വീകരിക്കാതെ മതി. അപ്പോൾ സൂര്യൻ മേഘം വന്നാലും പോയാലും ഒരുപോലവേ കാലത്താലുളവാം, സമയം കൊണ്ട്, കാലത്താൽ അല്ല നേരം വിളിച്ചായും പോകുന്നതല്ല, കാലത്താലുളവാം ശീതോഷ്ണങ്ങൾ ആകാശമേറ്റിടാം. ശീതവും ഉഷ്ണവും ആരെ ബാധിക്കണില്ല? ആകാശത്തിനെ ബാധിക്കണില്ല എന്നാണ്. ശീതവും ഉഷ്ണവും ശരീരത്തെ ബാധിക്കുന്നുണ്ട്, ആത്മാവിനെ ബാധിക്കണില്ല. കാരണം ഈ ആത്മാവ് എന്താ? സഹസ്രകോടി സമപ്രഭ. 1000 സൂര്യന്മാരുടെ ചൂടുള്ളതാണ് ഈ ആത്മാവ്. ബാലാഗ്രശതഭാഗസ്യ വിസ്തരസ്യ ഏകോ ജീവ എന്ന് പ്രമാണമുണ്ട്. കാലത്താലുളവാം ശീതോഷ്ണങ്ങൾ ആകാശമേറ്റിടാം. വറ്റില്ല കാറ്റാൽ. ആര്? ആത്മാവ്. കാറ്റടിച്ചാൽ ജലാംശം നശിക്കും, മണ്ണിൽ വിള്ളൽ വരും. ഇതൊന്നും അതാണ്. അപ്പോൾ വറ്റില്ല കാറ്റാൽ വേവില്ല തീയാൽ. ശരീരം വെന്ത് നാശവും, പക്ഷെ ആത്മാവിനെ ദഹിപ്പിക്കാൻ പറ്റില്ല. മങ്ങില്ല മണ്ണിനാൽ കുതിർന്നീടില്ല, ജലം കൊണ്ട് കുതിരില്ല. വെള്ളത്താൽ അതും മാതിരിയാണവൻ. ഈ ആത്മാവെന്താ? എവർ എക്സിസ്റ്റിങ്, എവർ ലിവിങ് ആണ്. അഹങ്കാരം അകന്ന് ആത്മസ്വരൂപം പൂണ്ടുമിന്നുപോൻ. അപ്പോൾ സ്വന്തം സെൽഫ് സ്പിരിറ്റ് ഷൈനിങ് അനുഭവിക്കണമെങ്കിൽ എന്ത് വേണം? അഹങ്കാരം അകന്ന് ആത്മസ്വരൂപം പൂണ്ട്. തന്നിലുള്ള ആത്മചൈതന്യത്തിനെ മറയ്ക്കണതാണ് മായ. മനസ്സിലല്ലേ? അതുകൊണ്ടാണ് അഹങ്കാരം അകന്ന് ആത്മസ്വരൂപം പൂണ്ട് മിന്നുവോൺ. ഗുണസംസൃതി ഹേതുക്കളായ ദുർവിഷയങ്ങളാൽ. ഗുണസംസൃതി, കാമക്രോധമത മത്സരങ്ങൾ അല്ലേ? അപ്പോൾ ഹേതുക്കളായ ദുർവിഷയങ്ങളാൽ ബാധയേൽക്കാത്ത ആ കാമക്രോധമത മത്സര ലോഭഭയാദികളുടെ ഗുണം ആത്മാവിനെ ബാധിക്കാത്ത രീതിയിൽ ആര് ശ്രദ്ധിക്കണു? അവരൊക്കെ വിജയിച്ചു ജീവിതത്തിൽ. അപ്പോൾ ബാധയേൽക്കാത്ത പരമാനന്ദ സമ്പൂർണനാണവൻ. ആര്? ആത്മാവ്. ഈ പറയുന്ന ഞാനും നിങ്ങളൊക്കെ ഈ ബാധയേൽക്കാത്ത പരമാനന്ദ സമ്പൂർണനാണ് എന്നുള്ളൊരു വിവേകമുണ്ടായാൽ നമ്മൾ രക്ഷപ്പെട്ടു. എന്നാലും മായാനിർമ്മിക്കും വിഷയം പരിവർജ്യമാം. എന്നാലും മായ നിർമ്മിക്കും വിഷയം വർജിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ മായാഭഗവതിയെ ബഹുമാനിച്ചുകൊണ്ട്, അമ്മേ മഹാമായേ, അങ്ങയുടെ നിയാമകനും നിയന്ത്രിതാവുമായിരിക്കുന്ന പരമചൈതന്യമാണ് ഞാൻ, അല്ലെങ്കിൽ എന്നിലുള്ളത്. അതുകൊണ്ട് എന്നെ അവശതപ്പെടുത്തരുത് എന്ന് മായയോട് പ്രാർത്ഥിക്കാൻ നമ്മളെക്കൊണ്ട് സാധിക്കണം. എന്നിട്ട് പറയണു, ജ്ഞാനിയാവുകിലും സംഘം വന്നു പോകായൊരിക്കലും. അതാണ്, ജ്ഞാനിയാവുകിലും സംഘം വന്നു പോകായൊരിക്കലും. ആരോട്? ദുഷ്ടജനങ്ങളോട്. വിശുദ്ധ ഭക്തിയാലുള്ള മിന്നി തെളിഞ്ഞതിൽ, വിശുദ്ധ ഭക്തിയാൽ, സംശുദ്ധമായ ഭക്തിയാൽ ഉള്ളം മിന്നി തെളിഞ്ഞതിൽ ദുർവാസന അകന്ന് അത്രമേലും ഞാൻ വിലസും വരെ വേണ്ടും വിധം ചികിത്സിച്ചു വേറൊരുക്കായിൽ മർത്യനെ വിഷയവൈരാഗ്യം വരാതെ കണ്ട്. വിഷയങ്ങളാകുന്ന വേരുകൾ ഊർജ്ജസ്വലമായാൽ ഈ ശരീരത്തെ നശിപ്പിക്കുന്ന. ഇത് നമ്മളെ ബോധിക്കണം. വിഷയങ്ങളിൽ വൈരാഗ്യം വരണം.
വീണ്ടും വിധം ചികിത്സിച്ച് വേറൊരുക്കായിൽ മർത്യനെ, മരണം സ്വാഭാവികമായിട്ടുള്ളവനെ പിന്നെയും പിന്നെയും രോഗം ദ്രോഹിച്ചിടുന്ന മാതിരി പലതരത്തിലുള്ള ദ്രോഹങ്ങൾ, അസുഖങ്ങൾ ഭക്തി കൊണ്ടത്രയും ശുദ്ധീകരിക്കയാകിൽ മനസ്സുടൻ, ഭക്തി കൊണ്ട് എത്രയും ശുദ്ധീകരിച്ചിട്ടില്ലെങ്കിൽ മനസ്സുടൻ വീണ്ടും ദുസ്സംഗമാർന്ന് ഉന്തി വീഴ്ത്തിയിടും വിഷയങ്ങളിൽ. മനസ്സ് ഉടൻ വീണ്ടും ദുസ്സംഗമാർന്ന് ഉന്തി വീഴ്ത്തിയിടും വിഷയങ്ങളിൽ എന്നാണ് പറഞ്ഞത്. മനുഷ്യൻ്റെ മഹോത്കർഷം സഹിച്ചിടില്ല ദേവകൾ. അവിടെയാണ് ദേവകൾ പിശാചുക്കളാന്നാണ് പറഞ്ഞത്. ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമില്ല. ദേവകൾ നമ്മളെ മായയിൽ മോഹിപ്പിക്കും. അപ്പോൾ നമ്മൾക്ക് പലതിനും സ്വാതന്ത്ര്യം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഗണികൻ്റെ അടുത്ത് പോകും. ഗണികൻ പൂജകൾ വിധിക്കും. പൂജകൾ ചെയ്ത് ദേവകൾ സംതൃപ്തിപ്പെടും. ഈശ്വരൻ്റെ അടുത്ത് എത്തിക്കാൻ ആരും സമ്മതിക്കില്ല, ദേവകൾ. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ സർവദേവതാഭ്യോം നമഃ എന്ന് പറയണം. എന്തിനെ? ഒഴിവാക്കി തരാൻ. എന്നെ നിങ്ങൾ വശീകരിക്കരുത്, ഞാൻ ഈശ്വരൻ്റെ ആളാണ്, ഞാൻ ഈശ്വരനാണ്. അഹം ബ്രഹ്മാസ്മി തത്വമസി അയമേവ ബ്രഹ്മം പ്രജ്ഞാനം ബ്രഹ്മ. അപ്പോൾ പറഞ്ഞു, മനുഷ്യൻ്റെ മഹോത്കർഷം സഹിച്ചിടില്ല ദേവകൾ, ബന്ധു ശിഷ്യാദി രൂപത്തിൽ പല വിഘ്നങ്ങൾ ചെയ്തിടും. ബന്ധു ശിഷ്യാദി രൂപത്തിൽ ബന്ധുക്കളിലുള്ള അമിതമായ സ്നേഹം കൊണ്ട് ഈശ്വരനിൽ എത്തില്ല, മുക്തിക്ക് പാത്രീഭൂതനാവില്ല. എന്തൊരു കഷ്ട. ബന്ധു ശിഷ്യാദി രൂപത്തിൽ പല വിഘ്നങ്ങൾ ചെയ്തിടും, എന്നാലും വ്യർത്ഥമാവില്ല ഭക്താദി പരിശീലനം. ഭക്തി പരിശുദ്ധമായാൽ, ഭക്തിജ്ഞാന വൈരാഗ്യം എന്നാണ്. ഭക്തി മാത്രം പോരാ, വൈരാഗ്യം വേണം, അതിന് ജ്ഞാനം വേണം. അപ്പോൾ പറഞ്ഞു, എന്നാലും വ്യർത്ഥമാവില്ല ഭക്ത്യാദി പരിശീലനം. പുണ്യസംസ്കാരം അവനെ കരയേറ്റും അതു തീർച്ചയാം. ഓരോ വ്യക്തികളിലുമുള്ള സംസ്കാരം, അതാണ് പുണ്യസംസ്കാരം അവനെ കരേറ്റും അതു തീർച്ചയാം. കർമ്മവാസനയാൽ കാണും കേൾക്കും മുണ്ണും ഉറങ്ങിടും. നല്ല ആഹാരം കഴിക്കണമെന്ന് തോന്നിയാൽ ബുദ്ധിമുട്ടായി, നല്ല മെത്ത വേണമെന്ന് ഷാഠ്യം പിടിച്ചാൽ ബുദ്ധിമുട്ടായി. കർമ്മവാസനയാൽ കാണും കേൾക്കും മുണ്ണും ഉറങ്ങിടും. സാമാന്യജനം അങ്ങെങ്ങും ഈ മട്ടാം മരണം വരെ. ഇതാരുടെ സ്വഭാവ? സാമാന്യജനങ്ങൾ. അപ്പോൾ സാമാന്യജനങ്ങളായിട്ട് തീരലല്ല നമ്മുടെ ഉദ്ദേശം വേണ്ടത്. സാമാന്യജനങ്ങളുടെ മേലെ ഉപരി ത്രിഗുണങ്ങൾക്ക് മേലെ ഉപരി ഭഗവാനിൽ ലയിക്കാവുന്ന രീതിയിൽ തുര്യാവസ്ഥയിൽ, സമാധി അവസ്ഥയിൽ എത്താൻ നമ്മളെ കൊണ്ട് സാധിക്കണം. സാമാന്യജനം എങ്ങെങ്ങും ഈ മട്ടാം മരണം വരെ. വിജ്ഞനാവുകിൽ ഈ വണ്ണമല്ല വീട്ടിൽ വസിക്കലും. വിജ്ഞനായാൽ വീട്ടിൽ വസിച്ചാലും അവനെ ഈശ്വരോപാസന ചെയ്യാം. ചതുർധാമ പോകേണ്ട ആവശ്യമില്ല. ആചാര്യന്മാരുടെ വർത്തമാനം കേട്ട് ഉള്ള വീട്ടിൽ സ്വന്തം വീട്ട് പൂട്ടിയിട്ട് ചതുർധാമ പോയതുകൊണ്ടാവില്ല. അതൊക്കെ ചെയ്യണത് ആരാ? മായാണ്, ദേവതകളാണ് ചെയ്യണത്. അതുകൊണ്ടാണ് പറയുന്നത്, അസംഗൻ ഒട്ടില്ല അവയിൽ എങ്ങും ആത്മാനുഭൂതിയാൽ. അസംഗൻ, സംഘമില്ലാത്തവൻ ഒന്നിലും ഒട്ടില്ല. സംഘമില്ലാത്തവൻ ഒന്നിലും ഒട്ടില്ല. ആരാണ് ഒട്ടണത്? സംഘമുള്ളവൻ. പരമശയോ, ഈ ട്രാൻസ്പോർട്ട് ബസ്സിലൊക്കെ സ്ത്രീകൾ ഇരിക്കുന്ന സീറ്റിൽ പുരുഷന്മാർ കയറിയിരിക്കും. സ്ത്രീകൾ വന്നാൽ നീട്ട് കൊടുക്കില്ല, വേണമെങ്കിൽ അവരൊപ്പം ഇരുന്നോട്ടെ എന്നാണ് അവരുടെ. അത് സംഘമാണ്. നീച്ച് നിൽക്കുക, അവർക്ക് വേണ്ടി നീച്ച് നിൽക്കുക, അത് നിസ്സംഗ, അത് വെച്ച് ഉപകരിക്കില്ല. കണ്ട, നമ്മളെ വളർത്തുന്നത് എങ്ങനെയാണ്? സംഘം ചേരാനാണ്. അത് പല രാഷ്ട്രീയ പാർട്ടികളുണ്ട്. സംഘം ചേരുക എന്തിനു വേണ്ടിയിട്ട് ചോദിച്ചാൽ കൊല വിളിക്കാൻ, അത്രയേ ഉള്ളൂ. നല്ലത് ചെയ്യാനല്ല. ഇന്നൊരു വിധി ഉണ്ടായി, 15 ലക്ഷം
ഫൈൻ 26 വർഷം ജയിൽ. എന്തിന്? അച്ഛൻ അമ്മ സിസ്റ്ററെ മഴകൊണ്ട് കുത്തിക്കൊന്നു എന്നാ. എങ്ങനെ കുത്തി കൊല്ലാതെ കണ്ടിരിക്കുക? എനിക്ക് ഇപ്പോൾ ഒരു 73 വയസ്സ് കഴിഞ്ഞു. ഞാൻ എൻ്റെ ജീവിതത്തിൽ കുബേരയാഗം പറഞ്ഞൊന്നും കേട്ടിട്ടില്ല. കുബേരനെ പൂജിക്കേണ്ടെന്നാ. കാരണം എന്താ? കർമ്മം കൊണ്ടാണ് സമ്പത്ത് ഉണ്ടാവുന്നത്, പൂജിച്ചത് കൊണ്ടാവില്ല, സേവിച്ചത് കൊണ്ടായില്ല. അപ്പോൾ 2022 അതിഗംഭീരമായിട്ടൊരു കുബേരയാഗം നടത്തുന്നുണ്ട് ചളവറയിൽ. അതിന് കേരളത്തിലെ തന്ത്രി പ്രമുഖന്മാരും ജ്യോതിഷ പ്രമുഖന്മാരൊക്കെ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. അവരൊക്കെ ഹെഫ്റ്റി ദക്ഷിണം വാങ്ങി നാടുവിട്ടു. 7.5 കോടി രൂപ ഏതൊരു കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് കടമെടുത്തിട്ടാണ് അത്ര ഇയാൾ ഈ വമ്പൻ സജ്ജീകരണം ചെയ്തത്. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കുബേര ക്ഷേത്രം ജപ്തി ചെയ്തു എന്നാണ് കേൾക്കണത്. ആലോചിച്ച് നോക്കണം. ഞാൻ എൻ്റെ ഈ പ്രായത്തിൽ എത്രയോ കുറച്ച് സപ്താഹമൊക്കെ ഞാനും ചെയ്തിട്ടുണ്ട്, 10-20 സപ്താഹം ഞാനും ചെയ്തിട്ടുണ്ട്. അതിലൊന്നും ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് സമ്പത്ത് ഉണ്ടാവാൻ ഭാഗവതം സഹായിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അത്യധ്വാനം ചെയ്താൽ ഉണ്ടാവാം. പിന്നെ ഇത് ഈ ധനം എന്ന് പറഞ്ഞത് ഇരുഭാഗങ്ങളും മൂർച്ചയുള്ള കത്തീനെ പോലെയാണ്. അത് നമ്മൾ ദ്രോഹിക്കുകയുള്ളൂ. കഴിഞ്ഞുകൂടാനുള്ള ധനം വേണം, അത് വരും. അതിന് കർമ്മം ചെയ്യണം. കർമ്മത്തിൽ കൂടെ വന്നതൊന്നും നശിക്കില്ല. സത്കർമ്മത്തിൽ കൂടെ ഞാൻ അങ്ങനെ പറയാം, മനസ്സിലായില്ലേ? പോക്കറ്റ് അടിച്ചിട്ടും ടാർഗറ്റ് നോക്കിയിട്ടും ജോലി ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ഇവിടെ പറയാൻ കാരണം എന്താ? അസംഗൻ ഒട്ടില്ല അവയിലെങ്ങും ആത്മാനുഭൂതിയാൽ നടപ്പതും നിൽക്കുവതും കിടപ്പതും ഇരിപ്പതും. നടപ്പതും നിൽക്കുവതും കിടപ്പതും ഇരിപ്പതും ഇഷ്ടാനിഷ്ടങ്ങളാം ഘ്രാണദർശന ശ്രവണാദിയും. ഇഷ്ടാനിഷ്ടങ്ങൾ, ഏത് മണം സ്വീകരിക്കണം അല്ലേ, അത് അവരവരുടെ ഇഷ്ടമാണ്. പക്ഷേ അതിന് പിന്നാലെ പോവരുത്, ഇന്ദ്രിയ സുഖത്തിൻ്റെ പിന്നാലെ പോവരുത് എന്നാണ് പറയാനുള്ളത്. ഇഷ്ടാനിഷ്ടങ്ങളാം ഘ്രാണ ദർശന ശ്രവണാദിയും. ഈ ദർശന ശ്രവണാദികളാണല്ലോ ഈ പടക്കം പൊട്ടിക്കണത്. പൂരത്തിന് പടക്കമില്ലെങ്കിൽ എന്ത് പൂരം, ആനയില്ലെങ്കിൽ എന്ത് പൂരം അല്ലേ? 100-150 ആളുകളുള്ള മേളം ഒക്കെ വേണം എന്നൊക്കെ വാശി പിടിച്ചാൽ ബുദ്ധിമുട്ടായി. മേളം വേണം, ആവശ്യത്തിന്, അനാവശ്യത്തിന് പാടില്ല. അപ്പോൾ ഇഷ്ടാനിഷ്ടങ്ങളാം ഘ്രാണദർശന ശ്രവണാദിയും അഭിമാനം അകക്കാമ്പിൽ അകന്നിടുക. കാരണം അകക്കാമ്പിൽ അഭിമാനം, അകക്കാമ്പിൽ അകലണം. ഇപ്പം എന്നെ ആരും തെറി വിളിച്ചാലും ഞാൻ പ്രതികരിക്കില്ല. കാരണം എന്താ? അത് എൻ്റെ സബ്ജക്റ്റല്ല. ആർക്കും എന്നെ തെറി വിളിക്കാം, ആർക്കും തെറി വിളിക്കാം. ആരോടും ഞാൻ പ്രതികരിക്കില്ല. കാരണം എന്താ? ഞാൻ എൻ്റെ മനസ്സിനെ മോൾഡ് ചെയ്തിരുന്നത് ഈശ്വരപാതാരവിന്ദത്തിൽ ലയിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് അപ്പം എന്താ? അഭിമാനം അകക്കാമ്പിൽ അകന്നിടുക. കാരണം ദേഹം പ്രവർത്തിക്കുകയാണ് എന്നുപോലും ഒരൽപ്പവും ശരീരം പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളൊരു ധാരണ കൂടി ഇല്ലാത്തൊരവസ്ഥ വരും. എങ്ങനെ? പ്രേമസ്വരൂപനായിരിക്കുന്ന ഭഗവാനിൽ ലയിക്കുമ്പോൾ, തുര്യാവസ്ഥയിലിരിക്കുമ്പോൾ. ദേഹം പ്രവർത്തിക്കുകയാണെന്നു പോലും ഒരൽപ്പവും ആത്മാനന്ദത്തിൽ മുഴുകും മഹാഭാഗനറിഞ്ഞിടാം. ദേഹം പ്രവർത്തിക്കുന്നുണ്ട് എന്ന് അതറിയില്ല. ബഹിർമുഖങ്ങളാം ഇന്ദ്രിയങ്ങളെങ്ങെങ്ങു ചെൽകിലും. ഈ ഇന്ദ്രിയങ്ങൾക്കുള്ള കുഴപ്പം എന്താ? അകത്തെന്താ സംഭവിക്കണതെന്ന് അവരറിയാൻ താല്പര്യമില്ല അവർക്ക്. ഇപ്പോൾ ചില വാട്സപ്പിലൊക്കെ കാണാം, ഒരു നായ ഒരു തെങ്ങിനെയും മതിലിനെയും കാലും കയ്യും വെച്ചിട്ട് എത്തി അടുത്ത വീട്ടിലെന്താ സംഭാഷണം എന്ന് ശ്രദ്ധിക്കുന്നത് പോലെ. അപ്പോൾ റീലാണെങ്കിലും അതിലൊരുപാട് സത്യങ്ങളുണ്ട്. മനസ്സിലല്ലേ? അതുകൊണ്ടാണ് പറഞ്ഞത് ആത്മാനന്ദത്തിൽ മുഴുകും മഹാഭാഗനറിഞ്ഞിട. അവിടെ നിർത്താം. ഒരു മോട്ടോർ സൈക്കിളിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്, നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഗസ്റ്റാണ്. അപ്പോൾ എന്നെ അയാൾ വിളിച്ചിട്ട് നിർത്തണ്ട. അപ്പോൾ സാക്ഷാൽ ശ്രീഹരിയുടെ അനുഗ്രഹാശസ്സുകൾ നിർലോഭം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്നും അവരവരുടെ പ്രാർത്ഥനകൾ മമത ഇല്ലാണ്ട് പ്രീതിജനകമായിട്ട് ലോകാസമസ്താസുനോഭവന്തു ആയിരിക്കട്ടെ എന്നും സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.